എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 5-ാമത്തെ സർഗത്തിലെ 39ഉം 40ഉം ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ 39ാമത്തെ ശ്ലോകത്തിൽ ഇന്ദ്രവജ്രവൃത്തവും 40ാമത്തേതിൽ ഉപജാതി വൃത്തവുമാണ് കവി ഉപയോഗിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തി, കാളിന്തി നദി ഭഗവാന്റെ സ്വപ്നത്തിൽ വന്ന് തന്നെ വിശദമാക്കിക്കൊണ്ട് തന്നെ ഭഗവാന്റെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറയാൻ തുടങ്ങുകയാണ്. വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കണം എന്ന് പറയണ്ടായി. എന്താണ് പറയാൻ പോണതെന്നുള്ളത് 39ാമത്തെ ശ്ലോകത്തിൽ ആദ്യം അതിൻ്റെ ഒരു പ്രാരംഭം കുറിക്കുകയാണ്. നമുക്ക് ശ്ലോകം നോക്കാം. കൂലേ തദീയേ കൃതപർണശാല വാചം യമാവാരി സമീരഭക്ഷ അന്തർമുഖൈരാത്മവിദോ മനോഭി കാർസ്നേന കർമ്മ ക്ഷപയന്തി ശാന്ത. നമുക്ക് ആദ്യം പദച്ഛേദം നോക്കാം. കൂലേ തദീയേ കൃതപർണശാല വാചം യമാ വാരി സമീരഭക്ഷ അന്തർമുഖൈ ആത്മവിദ മനോഭി കാർസ്നേന കർമ്മ ക്ഷപയന്തി ശാന്ത. ആരെ പറ്റിയിട്ടാണ് കാളിന്തി വർണ്ണിച്ചു തുടങ്ങുന്നത് എന്നാണെങ്കിൽ, നദീതീരത്ത് താമസിക്കുന്നവരായിട്ടുള്ള കുറച്ച് മുനിമാരുണ്ട്, അവരെ പറ്റിയിട്ടാണ് പറഞ്ഞു തുടങ്ങുന്നത്. ഇവിടെ പറയാണ് തദീയേ കൂലേ. തദീയേ എന്ന് പറഞ്ഞാൽ ആ കാളിന്തിയുടെ, ജലദേവതയാണല്ലോ വന്നിരിക്കുന്നത്. അപ്പോൾ ജലദേവത പറയാണ്, ഞാൻ ഏതൊരു നദിയുടെ ദേവതയാണോ ആ കാളിന്തിയുടെ കൂലേ, കൂലത്തിൽ, അതിൻ്റെ തീരത്ത്, കൃതപർണശാല. കൃതപർണശാല എന്ന് പറഞ്ഞാൽ പുരുഷന്മാരാണ്, അവരുടെ വിശേഷണമാണ്. പർണശാലകൾ ഉണ്ടാക്കിയവരായ, കൃതാഹ പർണശാല യൈ തേ കൃതപർണശാല. പർണശാലകൾ നിർമ്മിച്ച് അവിടെ പർണശാലകളൊക്കെ പണിതിട്ട് എന്താ ചെയ്യണത്, പർണശാല ഉണ്ടാക്കിയിട്ട് അവിടെ തപസ് ചെയ്യുന്നവർ, അവരെ പറ്റി പറയാണ്. വാചമ്യമാ വാരി സമീരഭക്ഷ, ഇതൊക്കെ അവരുടെ വിശേഷണമാണ്. വാചമ്യമികൾ, വാചമ്യമാഹ എന്ന് പറഞ്ഞാൽ ഒരു വാക്ക് പോലും ഉരിയാടാത്തവർ, അവർക്ക് സംസാരിക്കുകയൊന്നും വേണ്ട, അവർ കഠിനമായിട്ട് തപസ് ചെയ്യുന്ന ആൾക്കാരാണ്. അവരാ നദിയുടെ തീരത്ത് താമസിക്കുന്ന എന്തിനാ, അവിടെ കുളിച്ച് സന്ധ്യാവന്ദനാദികളൊക്കെ ചെയ്ത് വളരെ സുഖകരമായിട്ട് തപസ്സിൽ മുഴുകി കാലം കഴിച്ചു കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനു വേണ്ടിയിട്ടാണ് അവർ ഈ നദിയുടെ തീരത്തേക്ക് വന്നിരിക്കുന്നത്. വാചമ്യമാ, ഒരു വാക്ക് പോലും ഉരിയാടാതെ, വാരി സമീരഭക്ഷ, അവർക്ക് ഭക്ഷണം കഴിക്കേണ്ട കാര്യമൊന്നുമില്ല. അവർ ആകെ കഴിക്കുന്ന രണ്ട് വസ്തുക്കളാണ്, ഒന്ന് വാരി, മറ്റൊന്ന് സമീരൻ. വാരി എന്ന് പറഞ്ഞാൽ വെള്ളം, സമീരൻ എന്ന് പറഞ്ഞാൽ കാറ്റ്. അവർ ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നത്, അതായത് ശരീരത്തിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് അവർ രണ്ട് വസ്തുക്കൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഇടയ്ക്ക് കാളിന്തി നദിയിലെ വെള്ളം കുടിക്കും, മറ്റൊന്ന് സ്ഥിരമായിട്ട് ശ്വാസോച്ഛ്വാസം നടത്തും. വാരി സമീരൻ, വാരി എന്ന് പറഞ്ഞാൽ വെള്ളം, സമീരൻ അല്ലെങ്കിൽ സമീരണൻ എന്നൊക്കെ പറഞ്ഞാൽ കാറ്റ്, അത് പ്രാണവായു, അത് ശ്വാസം കഴിക്കുന്നുണ്ട്, അങ്ങനെ ശരീരം നിലനിർത്തുന്നുണ്ട്, അതോടൊപ്പം തന്നെ വെള്ളവും കുടിക്കും. അങ്ങനെയുള്ളവരായിട്ടുള്ള, അതായത് പ്രത്യേകിച്ച് അവർക്ക് ഒന്നും വേണ്ട, അവർ സുഖ സൗകര്യങ്ങളോ മറ്റ് സ്വാദിഷ്ടമായ ഭക്ഷണങ്ങളോ ഒന്നും അന്വേഷിച്ചിട്ടല്ല അവരാരും ഈ നദിയുടെ തീരത്തേക്ക് വന്നിരിക്കുന്നത്. അവർ വളരെ മനസ്സ് ഏകാഗ്രമാക്കിക്കൊണ്ട് തപസ് ചെയ്യാൻ വന്നവരാണ്, ആരോടും മിണ്ടാറില്ല, അങ്ങനെ വളരെ ശാന്തരായിട്ട്. അതാണ് ഇവിടെ പറയുന്ന മറ്റ് വിശേഷണങ്ങൾ, അങ്ങനെയാണ് പറയുന്നത്. അന്തർമുഖൈ മനോഭി ആത്മവിദ ശാന്ത, അവർ ശാന്തരാണ്, ഒരാളുടെ കാര്യത്തിലും ഇടപെടില്ല, ഒന്നിനോടും വളരെ ക്രോധത്തോടു കൂടിയോ ദേഷ്യത്തോടു കൂടിയോ അല്ലെങ്കിൽ ചാടിക്കളിച്ചോ ഒന്നിനോടും ഇടപെടാത്തവരായിട്ടുള്ള മനുഷ്യരാണ്, അതാണ് ശാന്ത. മാത്രമല്ല അന്തർമുഖൈ മനോഭി ആത്മവിദ, അവർ ആത്മവിത്തുക്കളാണ്, തന്നെ തിരിച്ചറിഞ്ഞവരാണ്. ശരീരം നിലനിൽക്കുന്നിടത്തോളം അതിനെ നിലനിർത്തണം എന്ന് മാത്രമേ അവർ വിചാരിക്കുന്നുള്ളൂ. അതായത് പ്രത്യേകിച്ച് പരിപോഷണങ്ങളൊന്നും കൊടുക്കണില്ല. അതുകൊണ്ടാണ് വെള്ളവും ഈ ശ്വാസവും മാത്രമായിട്ട് അവർ ജീവിക്കുന്നത്. അവർ തന്നെത്താൻ തിരിച്ചറിഞ്ഞവർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അന്തർമുഖൈ മനോഭി ആത്മവിദ, അന്തർമുഖങ്ങളാണ് അവരുടെ മനസ്സ്, അതായത് മനസ്സിലേക്ക് പുറമേ നിന്നുള്ള ഒരു വിഷയവും കയറി പോകുന്നില്ല. ഇന്ദ്രിയങ്ങളൊക്കെ കൊട്ടിയടച്ചവരാണ്, വാക്കുകളില്ല, കാണുന്നില്ല പുറമേ നിന്നും, അതുപോലെ കേൾക്കുന്നില്ല, സ്പർശങ്ങൾ അനുഭവിക്കുന്നില്ല. അങ്ങനെ ഇന്ദ്രിയങ്ങൾ, നമ്മുടെ കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളുമൊക്കെ അടച്ചു വെച്ച് കഠിനമായിട്ടുള്ള തപസ് ചെയ്യുന്നവരാണ്. അവരുടെ മനസ്സ് ഉള്ളിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്, അതാണ് അന്തർമുഖന്മാരാണ്.
ഉള്ളിൽ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ തന്നെ തിരിച്ചറിഞ്ഞവരാണ്, ഭഗവാനെ തപസ് ചെയ്ത് ആരാധിക്കുന്നവരാണ്. അങ്ങനെയുള്ള ആത്മവിത്തുക്കളായ അവരവരെ തിരിച്ചറിഞ്ഞിട്ടുള്ളവരായ ശാന്തന്മാരായ മുനയ, അത് ഇവിടെ പറഞ്ഞിട്ടില്ല, നമ്മളത് കൂട്ടി വായിച്ചാൽ മതി. വളരെ ശാന്ത സ്വഭാവികളായിട്ടുള്ള മുനിമാര്. അവരിപ്പോൾ എന്താണ്, അവർക്ക് എന്താ പറ്റിയതെന്നാണെങ്കിൽ കാർസ്നേന കർമ്മ ക്ഷപയന്തി. ആ വ്രതനിഷ്ഠയുള്ളവരായിട്ടുള്ള മുനിമാര് കാർസ്നേന സാകല്യേന മുഴുവനോടെ കർമ്മ ക്ഷപയന്തി, എല്ലാ കർമ്മങ്ങളും ഉപേക്ഷിക്കുന്നു. എന്താ അങ്ങനെ പറയണത്? കർമ്മങ്ങളൊക്കെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അവർ ആ നദിയുടെ തീരത്തിരുന്ന് ചെയ്തിരുന്നതായ സകല പ്രവൃത്തികളും അവർ ഉപേക്ഷിച്ചിരിക്കണം. അതായത് അവിടെ ആ നദിയിലിറങ്ങി കുളിക്കാറില്ല, ആ വെള്ളം കൊണ്ട് സന്ധ്യാവന്ദനാദികൾ കഴിക്കാറില്ല, വെള്ളം കുടിക്കാറില്ല. നദിയുടെ വെള്ളം എന്തോ കലുഷമായി തീർന്നിട്ടുണ്ട്. അത് അവരുടെ പ്രവൃത്തി കണ്ടാൽ നല്ലവണ്ണം അറിയാൻ പറ്റും. അതിന് കാരണം പറഞ്ഞു വരികയാണ് ചെയ്യാൻ പോണത്. അപ്പോൾ അവരെന്ന് പറയുന്നത് അവരൊന്നിലും ഇടപെടാത്ത ആൾക്കാരാണ്. എന്നിട്ട് പോലും അവർക്ക് വേണ്ടതുപോലെ അവരുടെ വളരെ സ്വച്ഛമായിട്ടുള്ള ജീവിതം മുമ്പാക്കം കൊണ്ടുപോകാൻ പറ്റണില്ല എന്നാണ് കാളിന്ദിയുടെ അധിദേവത ഭഗവാനോട് ആദ്യം അറിയിച്ചത്. അതിനുള്ള കാരണമാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. നമുക്ക് 40ാമത്തെ ശ്ലോകം കൂടി നോക്കാം. അധീശ്വരസ്യാപി വിഹംഗമാനാം അവാര്യവീര്യോ വപുഷാ മഹീയാൻ ഹൃദേ നിവാസം വിദധാതി തസ്യ കദ്രൂസുതഃ കാളിയനാമധേയ. നമുക്ക് ആദ്യം പദച്ഛേദം നോക്കാം. അധീശ്വരസ്യ അപി വിഹംഗമാനാം അവാര്യവീര്യ വപുഷാ മഹീയാൻ ഹൃദേ നിവാസം വിദധാതി തസ്യാ കദ്രുസുതഃ കാളിയനാമധേയ. വളരെ വ്യക്തമാണ്, കൂടുതലായിട്ട് വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. ശ്ലോകം ചൊല്ലുമ്പോൾ തന്നെ കാര്യം മനസ്സിലാക്കാൻ പറ്റും. എന്തുകൊണ്ടാണ് മുനീശ്വരന്മാർ അവരുടെ പ്രവൃത്തികളൊക്കെ നിർത്തിവെച്ചത് എന്നാണെങ്കിൽ ഇവിടെ പറയാണ്, വിഹംഗമാനാം അധീശ്വരസ്യ അപി അവാര്യവീര്യ. വിഹംഗമാനാം അധീശ്വര. വിഹംഗങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ പക്ഷികൾ എന്നർത്ഥം. പക്ഷികളുടെ അധീശ്വരൻ ആരാണ്? ഗരുഡനാണ്. ഗരുഡന് പോലും വിഹംഗമാനാം അധീശ്വരസ്യ അപി, ഗരുഡന് പോലും അവാര്യവീര്യ, ആ ആളുടെ വീര്യത്തിനെ തടുക്കാൻ പറ്റില്ല. അങ്ങനെ ഒരാൾ അവിടെ ഉണ്ട്. അതാണ് അവാര്യവീര്യ. ഏറ്റവും ശക്തിമാനായിട്ട് കണക്കാക്കുന്ന ലോകത്തിൽ കണക്കാക്കുന്ന ആൾക്കാരിൽ ഒരാളാണ് ഗരുഡൻ. അതുപോലെ തന്നെ ഹനുമാൻ തുടങ്ങിയിട്ടുള്ള ആൾക്കാരൊക്കെ വളരെ ശക്തന്മാരാണ്, സ്വതവേ ശക്തന്മാരായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ ഗരുഡന് പോലും തടുക്കാൻ പറ്റാത്തവനായിട്ട് മാത്രമല്ല വപുഷ മഹീയാൻ, വളരെ ഭീമമായിട്ടുള്ള ഒരു ശരീരവും വഹിക്കുന്നുണ്ട്. അതാണ് വപുഷ. വപുസ് കൊണ്ട് മഹീയാൻ, വളരെ വലിപ്പമുള്ളവനും. അങ്ങനെയുള്ളവനായ കാളിയനാമധേയ കദ്രൂസുത, കാളിയൻ എന്നു പേരുള്ളവനായ കദ്രൂസുതൻ. കാളിയ സർപ്പമാണ് ഇപ്പോൾ കാളിന്ദിയിൽ വസിക്കുന്നത്. അതാണ് പറയാൻ വന്നിരിക്കുന്നത്. കാളിയനാമധേയ കദ്രൂസുത, കദ്രുവിൻ്റെ സുതനായിട്ടുള്ള കാളിയൻ. കദ്രു എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, വിനതയും കദ്രുവും കശ്യപ പ്രജാപതിയുടെ 2 ഭാര്യമാരാണ്. അതിൽ വിനതയ്ക്ക് 2 മുട്ട കൊടുത്തു, കദ്രുവിന് കുറേ മുട്ടകൾ കൊടുത്തു. അതിൽ കദ്രുവിന് കുറേ മക്കളുണ്ടായി, ആയിരക്കണക്കിന് സർപ്പങ്ങളുണ്ടായി. അവരുടെ കുറച്ച് പേരുടെ പേര് പറയുന്ന ഒരു ശ്ലോകം മഹാഭാരതത്തിൽ നിന്ന് എടുത്തെഴുതിയിട്ടുണ്ട് വ്യാഖ്യാനത്തിൽ. അനന്തം വാസുകിം തക്ഷകം ച കാർക്കോടകം തഥാ മഹാപദ്മം ശംഖപാലം നഹുഷം ചാപികാളിയം എന്നിങ്ങനെ കുറേ നാഗങ്ങളുടെ പേര് പറയുന്നുണ്ട്. അനേകാൻ സുഷുവേ കദ്രു നാഗമാതാ ഭുജംഗമാ. ഇങ്ങനെ കുറേ സർപ്പങ്ങളെ ഭുജംഗമാതാവായിട്ടുള്ള കദ്രു പ്രസവിച്ചു എന്ന് മഹാഭാരതത്തിലെ വരി പറയാണ്. പക്ഷെ ആ സമയത്ത് വിനതയ്ക്ക് 2 മക്കളെ ഉണ്ടായുള്ളൂ. അതിലൊരു മകൻ വളർച്ച പൂർണ്ണമാകുന്നതിന് മുമ്പ് തന്നെ മുട്ട പൊട്ടി പുറത്തേക്ക് വന്നതുകൊണ്ട്, പൊട്ടിയിട്ടല്ല അമ്മ പൊട്ടിച്ചതാണ്, അങ്ങനെ പുറത്തേക്ക് വന്നതുകൊണ്ട് കാലുകൾക്കൊന്നും വളർച്ച ഉണ്ടായില്ല. അങ്ങനെ അരുണൻ എന്നു പേരുള്ള പുത്രൻ സൂര്യൻ്റെ സാരഥിയായിട്ട് അവിടെ സൂര്യനോടൊപ്പം താമസിക്കാൻ തുടങ്ങി. നമ്മൾ ഈ ശ്രീകൃഷ്ണവിലാസത്തിൻ്റെ ആദ്യ ഭാഗത്ത് കണ്ടതാണ്. അനൂരുസാരഥേ കശാഭിഘാതധ്വനിഭി. അനൂരുസാരഥി എന്ന് പറഞ്ഞാൽ സൂര്യൻ,
സൂര്യൻ്റെ രഥം ഇങ്ങനെ പോകുമ്പോൾ അതിൻ്റെ ചാട്ടവാറടി കേട്ടിട്ട്, കുതിരകൾക്ക് കൊടുക്കുന്ന അടി കേട്ടിട്ട് സുന്ദരിമാരൊക്കെ പേടിച്ചു, അപ്സരസുകളൊക്കെ പേടിച്ചു എന്ന് പറയുന്നൊരു ശ്ലോകം 1-ാമത്തെ സർഗത്തിൽ സുമേരു പർവ്വത വർണ്ണനയിൽ ആദ്യത്തെ 17 ശ്ലോകങ്ങളിൽ ഒന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ പുത്രൻ അവിടെ പോയി. 2-ാമത്തെ പുത്രൻ, അപ്പോൾ ഈ പുത്രൻ അരുണൻ പറഞ്ഞു, അമ്മേ അടുത്ത മുട്ട പൊട്ടിക്കരുത്, അത് തന്നെ പ്രായപൂർത്തിയായിട്ട് അല്ലെങ്കിൽ മൂപ്പെത്തിയിട്ട് പൊട്ടി വിടരട്ടെ, അപ്പോൾ അമ്മയ്ക്ക് ശക്തനായിട്ടുള്ളൊരു മകനെ കിട്ടും. അങ്ങനെ ഇവർക്കൊരു ദാസ്യം ഉണ്ടായിരുന്നു, വിനതയ്ക്കും കദ്രുവിനും തമ്മിലുള്ളതായ തല്ലൂടലിലൊരു ദാസ്യം ഉണ്ടായിരുന്നു. ആ ദാസ്യം മാറാൻ വേണ്ടിയിട്ട് ആ പുത്രൻ അങ്ങയെ സഹായിക്കും എന്ന് അമ്മയോട് പറഞ്ഞിട്ട് അരുണൻ സൂര്യലോകത്തിലേക്ക് പോവുകയാണ് ഉണ്ടായത്. ഇങ്ങനെയുള്ള അത്ര ശക്തനായിട്ടുള്ള, അങ്ങനെ ഈ കദ്രുവിൻ്റെ പുത്രന്മാരും അതുപോലെ വിനതയുടെ പുത്രന്മാരും തമ്മിൽ എപ്പോഴും മത്സരമാണ്. എന്നിട്ട് പോലും അങ്ങനെയുള്ള ശക്തനായിട്ടുള്ള ഗരുഡന് പോലും തടയാൻ പറ്റാത്ത അത്രയ്ക്ക് ശക്തിമാനായിട്ടുള്ള വലിയൊരു ശരീരമുള്ളവനായ കദ്രുസുതൻ, കദ്രുവിൻ്റെ പുത്രനായിട്ടുള്ള കാളിയൻ, തസ്യാ ഹൃദേ നിവാസം വിദധാതി. തസ്യാ ഹൃദേ, തസ്യാ എന്ന് പറഞ്ഞാൽ കാളിന്ത്യ, ആ ഈ ഇപ്പം പറഞ്ഞതായ കാളിന്തി നദിയുടെ ഹൃദേ, ഹൃദത്തിൽ, അതിൻ്റെ ആഴത്തിൽ എവിടെയോ നിവാസം വിദധാതി, താമസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞതായ കാര്യം സംഭവിച്ചത്. അതായത് മുനിമാരാരും ഇപ്പോൾ കാളിന്തി നദിയിലേക്ക് ഇറങ്ങാറില്ല, നദിയുടെ വെള്ളം ഒന്നിനും എടുക്കാറില്ല എന്ന് വന്നത് ഈ കാരണം കൊണ്ടാണ്, കാളിയൻ്റെ അധിവാസം കൊണ്ട്. ഇനി കാളിയൻ്റെ ശക്തമായിട്ടുള്ള വിഷം കൊണ്ട് എന്തൊക്കെയാണ് അവിടെ മുഴുവനും സംഭവിക്കുന്നത് എന്നുള്ളതാണ് അടുത്ത ശ്ലോകങ്ങളിലൊക്കെ വർണ്ണിക്കുന്നത്. ഇന്നത്തെ 2 ശ്ലോകങ്ങളും നമുക്ക് ഒന്നുകൂടി ചൊല്ലി നോക്കാം. കൂലേ തദീയേ കൃതപർണശാല വാചം യമാവാരി സമീരഭക്ഷ അന്തർമുഖൈരാത്മവിദോ മനോഭി കാർസ്നേന കർമ്മ ക്ഷപയന്തി ശാന്ത അധീശ്വരസ്യാപി വിഹംഗമാനാമവാര്യ വീര്യോ വപുഷാ മഹീയാൻ ഹൃദേ നിവാസം വിദധാതി തസ്യ കദ്രുസുതഃ കാളിയ നാമധേയ. സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.